നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജിനു. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം നിങ്ങൾ തമ്പ്ലൈനിൽ കണ്ടു കാണും. സാധാരണക്കാരൻ്റെ ഒരു വാഹനം, ആൾട്ടോ K10. അപ്പോൾ നിലവിൽ മാരുതിയുടെ ബേസ് വാഹനമാണ് ആൾട്ടോ K10. ഒരു സാധാരണക്കാരൻ ജീവിതത്തിൻ്റെ ഒരു പുതിയൊരു തുടക്കം, ഒരു സ്റ്റെപ്പ് ഇടുമ്പോൾ ചെയ്യുന്ന ഒരു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ഒരു വാഹനമാണ് ആൾട്ടോ. പണ്ട് 800 ഉണ്ടായിരുന്നു. അന്ന് 800 നിർത്തിയോടുകൂടി ആൾട്ടോയിലേക്ക് മനുഷ്യനെല്ലാം അങ്ങ് മാറി. ഒരു ജീവിതത്തിൻ്റെ ഒരു പുതിയ സ്റ്റെപ്പ് ഒരു പുതിയ സ്റ്റെപ്പ് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഒരു ആൾട്ടോ വാങ്ങിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് വാഹനം കഴിഞ്ഞിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാൻ ഒരു സാധാരണക്കാരൻ എപ്പോഴും ചിന്തിക്കുന്ന വാഹനമാണ് ആൾട്ടോ. അത് സാധാരണക്കാർക്ക് അത് മനസ്സിലാകാൻ സാധിക്കും. കാരണം ഒരു ആൾട്ടോ സ്വന്തമാക്കാൻ തന്നെ പാടുപെടുന്ന ഒരു സമയമാണിത്. അപ്പോൾ അത് വാങ്ങിക്കാന്നുള്ളത് എല്ലാവരും ഒരു സ്വപ്നമാണ്. അപ്പോൾ ആ ആൾട്ടോയുടെ സ്ഥലത്ത് ആൾട്ടോ 800 നിർത്തി മാരുതി ഇപ്പോൾ K സീരീസ് എഞ്ചിനുമായിട്ട് ഇറക്കിയേക്കുന്ന പുതിയ വണ്ടിയാണ് ആൾട്ടോ K10. അപ്പോൾ മാരുതി ഇപ്പോൾ 1 ലിറ്റർ എഞ്ചിന് യൂസ് ചെയ്തുകൊണ്ട്, മാരുതിയുടെ 1 ലിറ്റർ എഞ്ചിൻ യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ പഴയ ആൾട്ടോയുടെ ഒരു പവറില്ലായ്മ അങ്ങനത്തുള്ള പ്രശ്നങ്ങളെല്ലാം മാറി നല്ല പവറോടുകൂടി ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം ഇപ്പോൾ മാരുതി ബേസ് വാഹനമായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എനിക്കൊന്ന് ഇന്ത്യയിലെ ബേസ് ഒരുമാതിരി ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയിൽ ഏറ്റവും ബേസായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വാഹനം ആൾട്ടോ K10 തന്നെയാണ്. മാരുതിയുടെ എക്കാലത്തെയും വിജയവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നതായ വാഹനവുമായ ആൾട്ടോ K10. അതിൻ്റെ ഒരു ബേസിക് റിവ്യൂ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. 2022 ഈ വാഹനം ലോഞ്ച് ആവുന്നത് ആൾട്ടോ K10. 2022 ലോഞ്ച് ആയെങ്കിൽ പറഞ്ഞാലും ആൾട്ടോ 800 നിലനിന്നതുകൊണ്ട് ഇതിൻ്റെ മൂവിങ് സ്വല്പം കുറവായിരുന്നു. അപ്പോൾ 2023 മാരുതി ആൾട്ടോ 800 സ്റ്റോപ്പാക്കി. അപ്പോൾ മാരുതിയുടെ ബേസ് മോഡൽ ആൾട്ടോ K10 ആയി. ഇതിന് ശേഷമാണ് ഈ വാഹനത്തിന് ഇത്രയും മൂവിങ് ഉണ്ടായത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം കൊണ്ട് വാഹനത്തിൻ്റെ ഈ റെക്കോർഡ് ഇപ്പോൾ ആർക്കും പൊട്ടിക്കാൻ സാധിച്ചിട്ടില്ല. അത്രയ്ക്ക് സെയിൽ ഈ വാഹനത്തിനുണ്ട്. നമ്മൾ ഈ വാഹനത്തിനെ പറയുകയാണെങ്കിൽ ഗ്രില്ല്, കാര്യങ്ങൾ, ലൈറ്റ് എല്ലാം നല്ലതാണ്. വലിയൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ തന്നെ മാറ്റമുണ്ട്. ഈ ഡിസൈൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു SUV സെഗ്മെൻറ്റിലേക്ക് കടക്കുന്ന ഒരു കുഞ്ഞൻ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രില്ല് നിങ്ങൾക്ക് കണ്ടാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു SUV മോഡലിലേക്ക് കടക്കുന്ന ഒരു ഗ്രില്ലാണ് ഇവർ ഈ വാഹനത്തിൽ കൊടുത്തേക്കുന്നത്. അത് നമുക്കതിൻ്റെ എടുപ്പ് കൊണ്ട് മനസ്സിലാക്കും. ബാക്കി ഇന്നർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു വ്യക്തമാവും. 13 ഇഞ്ച് വീലാണുള്ളത്. ഡോറും ഫിനിഷിങ് എല്ലാം കള്ളതാണ്. റിവ്യൂ മിറർ പറഞ്ഞാൽ പുതുമയൊന്നും ഇല്ലെങ്കിലും ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ്. അത് കാര്യമാക്കേണ്ട, കമ്പനിയിൽ നിന്ന് വരുന്നതല്ല. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പറയുകയാണെങ്കിൽ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് വളരെ മികച്ചതാണ്. ബോഡിക്ക് സ്ട്രെങ്ത് വരുന്ന രീതിയിലുള്ള ഈ ബോഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലൊരു കൺസെപ്റ്റിലാണ് അവർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബാക്ക് വശമാണെങ്കിലും മികച്ചൊരു ബാക്ക് വശമാണ്. ചെറിയ ലൈറ്റ്, ഈ ലൈറ്റ് എപ്പോഴും ഈ ആൾട്ടോയ്ക്ക് ഒരു സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. കാരണം പഴയ ലൈറ്റിനെക്കാട്ടിലൊക്കെ നല്ല രൂപമാണ് ഈ ലൈറ്റിന് കൊടുത്തിരിക്കുന്നത്. ഇത് എപ്പോഴും ഒരു സൗന്ദര്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി വശങ്ങളിലൊക്കെ പറയുകയാണെങ്കിൽ കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. കാരണം ഈ ആൾട്ടോയുടെ 2 വർഷമായി ഇറങ്ങിയൊരു വാഹനമായതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നറിലെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം. നമ്മൾ ഈ ആൾട്ടോ 800 ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ആൾട്ടോ 800ൻ്റെ സീറ്റിങ്ങിൻ്റെ പൊസിഷൻ നമ്മൾ ഇച്ചിരി കുഴിയാണ്. കുറ്റം പറഞ്ഞാൽ ആ വണ്ടിക്ക് അങ്ങനെ ചെയ്യാനൊക്കത്തുള്ളായിരുന്നു. അതിൽ നിന്നുമെല്ലാം ഒരുപാട് മെച്ചപ്പെട്ട് വന്ന ഒരു വാഹനമാണ് ആൾട്ടോ K10. ഇതിൻ്റെ സീറ്റ് സത്യം പറഞ്ഞാൽ നല്ല വാഗണറിന് അത്രയും വരത്തില്ലെങ്കിലും മോശമില്ലാത്ത രീതിയിൽ ഇരുന്ന് വാഹനം കണ്ട് റോഡ് കണ്ട് ഓടിക്കാൻ പറ്റുന്ന, നല്ല കയറി ഇറങ്ങി സുഖമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിക്ക്, ഇപ്പോൾ എൻ്റെ പോലെ ശരീരമുള്ള ഒരാൾക്ക് ഇത് കയറി ഇറങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ആൾട്ടോയിൽ പണ്ട് ആൾട്ടോയിൽ കയറണമെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ആൾട്ടോ വേണ്ടെന്ന് പറയുമായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ആൾട്ടോയിൽ കയറി ഇറങ്ങാനൊക്കെ നല്ല സൗകര്യമാണ്. നമ്മളിപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നൊരു VXI ഓട്ടോമാറ്റിക് വാഹനമാണ്. VXI മുതലാണ് ആൾട്ടോയ്ക്ക് ഓട്ടോമാറ്റിക് വരുന്നത്. VXI ഓട്ടോമാറ്റിക് വാഹനം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് 2 പവർ വിൻഡോ ഉണ്ട് ഈ വാഹനത്തിന്. LXI വാഹനത്തിന് പവർ വിൻഡോ വരത്തില്ല. VXI മുതലുള്ള വാഹനത്തിന് ഫ്രണ്ട് 2 പവർ വിൻഡോ. അപ്പോൾ ഒരു വാഹനത്തിനും ആൾട്ടോയുടെ ഒരു വാഹനത്തിനും ബാക്കിൽ പവർ വിൻഡോ ഉണ്ടാകാറില്ല. പിന്നെ ബാക്കി ഈ കാണുന്ന ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കാണുന്നല്ലോ. ഒരു ഇൻബിൽട്ട് സെറ്റ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഈ സെറ്റ് വരുന്നുണ്ട്. AC, ചാർജർ, ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ VXI ഓട്ടോമാറ്റിക് 1 ലിറ്റർ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല വലിപ്പാണ് ഈ വാഹനത്തിന്. അത് നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ അത് മനസ്സിലായി. പിന്നെ എയർ ബാഗ് വരുന്നുണ്ട്. 2 എയർ ബാഗ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇൻറ്റീരിയൽ ഇന്ന് പറയാനുള്ളത്. ബാക്ക് സീറ്റിൻ്റെ ബൂട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇൻറ്റീരിയൽ ഇത്രയും ഡീറ്റെയിൽസ് ഇന്നത്തിൽ പറയാനുള്ളൂ. നമ്മുടെ ആൾട്ടോ വാഹനത്തിൻ്റെ നമ്മളിപ്പോൾ ഒരു കയറ്റത്തിന് ഓടിച്ച് നോക്കുന്നുണ്ടെങ്കിൽ AC ഇടുമ്പോഴുള്ള പവർ കുറവ് പഴയ ആൾട്ടോയെ സംബന്ധിച്ച് ഇതിന് ആൾട്ടോ K10 AC ഇടുമ്പോൾ വലിവ് കുറവ് അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. നല്ല വലിവ് തന്നെ ഉണ്ട്. നമ്മൾ നല്ലൊരു കയറ്റത്തിലൂടെയാണ് ഇപ്പോൾ വാഹനം ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വലിവിൻ്റെ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ചെയ്യുന്നില്ല. ഇത് ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഇതിന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. വലിവിൻ്റെ കാര്യത്തിൽ ഇത് ശലം കൂടുതലാണോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ആൾട്ടോയെ കമ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ബെറ്റർ ചോയ്സായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ഈ വാഹനം.
ഡ്രൈവിംഗ് ഈ പറഞ്ഞാൽ പഴയ ആൾട്ടോ 800 ഓടിക്കുന്ന ആൾക്കാർക്കാണ് ഇത് ഓടിക്കുന്നതെങ്കിൽ നല്ല ഡ്രൈവിംഗ് കംഫർട്ടുണ്ട്. കാരണം നല്ല പവറും ഈ വാഹനത്തിന് തോന്നിക്കുന്നുണ്ട്. അപ്പം സ്റ്റെബിലിറ്റി ആയാലും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു വാഹനമാണ്. ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വാഹനം നിർത്തിയിട്ട് പറഞ്ഞുതരാം. കാരണം വാഹനം ഓടിക്കുമ്പോൾ ഒരുപാടൊന്നും പറഞ്ഞു തരാനൊക്കത്തില്ല. വാഹനം ഓടിക്കുമ്പോൾ പറയുന്നതെല്ലാം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാഹനം നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സ്ത്രീകൾക്ക് മികച്ച ഒരു ഡ്രൈവിംഗ് അനുഭവമായിരിക്കും ഈ വാഹനം. വാഹനത്തിൻ്റെ സൈസ് കുറവും ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റും അവർക്ക് വളരെ ഉപകാരം ചെയ്യും. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കാണിച്ചെങ്കിലും കോ ഡ്രൈവർ സീറ്റിൽ ഞാൻ ഇരുന്ന് കാണിച്ചില്ല. അത് എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ് കോ ഡ്രൈവർ. കാരണം ആൾട്ടോ 800 ഇരിക്കുമ്പോൾ കാല് ഡാഷ്ബോർഡിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല. 5'7" ഹൈറ്റുള്ള ഞാനാണ്. ഇരിക്കുമ്പോൾ നോക്കും ഇത്രയും ഗ്യാപ്പ് കിടക്കും അതിന്. അപ്പോൾ ഈ സീറ്റിൻ്റെ ഗ്യാപ്പുകൊണ്ട് സുഖമാണ് യാത്ര. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുടെ നേരത്തെ വലിയ പരാതിയായിരുന്നു, മുട്ടിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ. ഇച്ചിരി ഹൈറ്റുള്ളവർ കയറിയാൽ ഒരിക്കലും ഇടിക്കത്തില്ല, നല്ല സൗകര്യമാണ്. ഇതുപോലെ തന്നെയാണ് ബാക്ക് സീറ്റിൻ്റെ സൗകര്യം. ബാക്ക് സീറ്റോടെ ഞാൻ കാണിച്ചു തരാം. ബാക്ക് സീറ്റിലാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സുഖമായിട്ട് കയറി ഇരിക്കാൻ സാധിക്കും. പണ്ടൊരാൾട്ടോടെ ബാക്ക് സീറ്റിൽ കയറിയിരിക്കുന്ന ഒരാളുടെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആ പ്രശ്നങ്ങളെല്ലാം മാറി. നമ്മളിത് പറയുന്നത് പാവപ്പെട്ട വാഹനം മാത്രമല്ല, ഇത് പണക്കാർക്കും ഈ വാഹനം സെക്കൻഡറി വെഹിക്കിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുതന്നെയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ടൗണിലെല്ലാം കൊണ്ടുപോയി പാർക്ക് ചെയ്യാനെ കൊണ്ട് ഇത്രയും ബെറ്റർ ചോയ്സായിട്ടൊരു വാഹനം വേറെ കിട്ടാറില്ല. അത് മാരുതിയെ പോലൊരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ എല്ലാവർക്കും ഈ വാഹനം ഒരു സെക്കൻഡറി വെഹിക്കിളായിട്ട് ഉപയോഗിക്കുകയും അല്ലാത്തവരുടെ ഒരു സ്വപ്ന വാഹനമായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും. ഞാനിത് ഇതിൻ്റെ ബൂട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ കീട്ട് തുറക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് സ്വിച്ച് ഉണ്ട്. അതോട്ട് പോകേണ്ടതെന്ന് വെച്ചിട്ട് കീട്ട് തുറക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ബൂട്ട്. ഇത്രയും വിശാലമായ ബൂട്ട് സൗകര്യം ഈ വാഹനത്തിനുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലുമില്ല. അത്രയും വലുപ്പമാണ് ഇതിൻ്റെ ബൂട്ട്. ഇതിൻ്റെ അടിയിലാണ് സ്റ്റെപ്പിന് ഇരിക്കുന്നത്. സ്റ്റെപ്പിന് ഇരിക്കുന്ന ഭാഗം ഇതാണ്. സ്റ്റെപ്പിനെടുത്ത് മാറിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനം കൊണ്ടുവരാൻ പറ്റും. അത്രയും വിശാലമായ ഒരു സ്ഥലം തന്നെ ഈ വാഹനത്തിനുണ്ട്. അതൊരു വലിയ പോസിറ്റീവാണ് ഈ വാഹനത്തിന്, ഇത്രയും ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സീറ്റ് നമുക്ക് ഇങ്ങനെ മലർത്താൻ പറ്റും. ഈ സീറ്റ് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ വിശാലമായ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പേസ് സത്യം പറഞ്ഞാൽ ഏത് ജീപ്പിനുണ്ടോ ഇത്ര സ്പേസ്? അത്ര സൗകര്യമാണ് ഈ ആൾട്ടോ സത്യം പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളൊരു വാഹനമാണ്. ഇങ്ങനെയൊക്കെ രീതി നോക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം വ്യക്തവരുത്താൻ വേണ്ടി ഇത് കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഇതിൻ്റെ എൻജിൻ ക്യാബിനോടൊന്ന് കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ എൻജിൻ കണ്ടില്ലെന്നുള്ളൊരു പരാതി പാടില്ല. കെ സീരീസിൻ്റെ 3 സിലിണ്ടർ എൻജിനാണ്. നല്ല സുന്ദരനായ ഒരു എൻജിനാണ്. എത്ര വേണേലും ഓടിക്കാൻ പറ്റുന്ന എൻജിൻ. പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നത് 27 ലിറ്ററാണ്. 27 ലിറ്റർ ഫ്യൂവൽ ടാങ്കും വരുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ മൈലേജ് പറയുമ്പോൾ 24-24.5 മൈലേജ് പറയുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിനും മാനുവലിനും തമ്മിൽ വലിയ വ്യത്യാസം, 1 കിലോമീറ്ററിന് പോലും വ്യത്യാസമില്ല എന്നുള്ളതും മാരുതിയുടെ ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് 5,15,000 മുതൽ 6,42,000 വരെ ഓൺ റോഡ് പ്രൈസ്. അതായത് അറിയാമല്ലോ, ഒരു ബേസിക് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതിൽ കുറച്ചൊരു വാഹനം വേറെ കിട്ടത്തില്ല. ഇത്രയും ഫെസിലിറ്റിയുള്ള, ഇത്രയും മൈലേജുള്ള, ഇത്രയും ബ്രാൻഡായിട്ടുള്ളൊരു കമ്പനിയുടെ വാഹനം. കാരണം മാരുതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ ടു ജംഗ്ഷൻ സർവീസാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിപ്പോൾ ഞാൻ ഈ വണ്ടിയെപ്പറ്റി പറയുമ്പോൾ സാധാരണ ആൾക്കാർ കളിയാക്കാറുണ്ട്, പപ്പട വണ്ടി ഇന്ന് മാരുതിയുടെ ചെയ്യുന്നുണ്ടേ. എനിക്കൊരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഫീച്ചറാണ്. കാരണം അങ്ങനെ കളിയാക്കുന്നതോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും ഒന്നും ഈ കൂടിയ വാഹനം ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. സാധാരണക്കാരന് ഇതേ വാങ്ങിക്കാനൊക്കത്തുള്ളൂ. അത് പപ്പടമായിരിക്കാം. ആ വാഹനം വിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള മെറ്റീരിയൽ ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. അതിനുള്ള വില അവർ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനീ പറഞ്ഞ ടോപ്പ് മോഡൽ 6,42,000 ഒരു വാഹനം തന്നെയാണെന്ന് ഞാൻ എടുത്തു പറയുന്നുണ്ട്. ഇത്രയും ബെറ്റർ വാഹനമാണ്. അപ്പോൾ ഞാൻ ഈ വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ വാഹനം ഇന്ന് റിവ്യൂ ചെയ്യുന്നത് മാരുതിയുടെ ഒരു എക്സിക്യൂട്ടീവായ ജയകൃഷ്ണനാണ്. ജയകൃഷ്ണൻ എൻ്റെ ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് വാഹനം തന്നത്. ന്യൂ വാഹനം വരുമ്പോൾ ജയകൃഷ്ണൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജയകൃഷ്ണൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മാരുതിയുടെ വാഹനങ്ങൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ജയകൃഷ്ണനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി.